നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്താണോ ഇന്ന് നിങ്ങളുടെ ജീവിതം? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിതമാണോ നിങ്ങളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണോ നിങ്ങളിപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമുക്ക് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ തോന്നാറുള്ള ഒരു കാര്യമുണ്ട്, ഇത് ഞാനല്ല, ഇങ്ങനെയല്ല ഞാൻ എൻ്റെ ജീവിതം ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. എന്തോ ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ നിന്ന് മിസ്സിംഗ് ആണ് എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ലേ? നമ്മുടെ ഭാവി നമ്മളാണ് സൃഷ്ടിക്കുന്നത്. നാളത്തെ ഞാനും നാളത്തെ നീയും നമ്മുടെ ചിന്തകളുടെയും നമ്മളുടെ പ്രവൃത്തികളുടെയും നമ്മുടെ ഹാർഡ് വർക്കിന്റെയും ഒരു ഫലം തന്നെയാണ്. ഈ ലോകത്ത് മനുഷ്യന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്തെന്നറിയാമോ? അതൊന്നു മാത്രമാണ്, കാത്തിരിപ്പ്. ഏറ്റവും നല്ല അവസരം വരും, ഏറ്റവും നല്ലൊരു ദിവസം വരും, ആരെങ്കിലും എൻ്റെ ജീവിതത്തിലേക്ക് വന്ന് എനിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തരും എന്ന് ചിന്തിക്കാത്ത ഒരു മനുഷ്യജീവി പോലും ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. നമ്മുടെ ജീവിതത്തിലേക്ക് എല്ലാം തനിയെ വന്നുകൊള്ളും എന്ന് വിചാരിച്ച് നമ്മൾ ഓരോ ദിവസവും കാത്തിരിക്കുകയാണ്. എപ്പോഴെങ്കിലും എന്നെങ്കിലും ഞാൻ ഇതൊക്കെ ചെയ്യും എന്ന് നമ്മൾ പലതവണ പറഞ്ഞിട്ടുള്ള ഒരു കാര്യവും നമ്മൾ ഇതുവരെ ചെയ്തിട്ടുണ്ടാവില്ല, ഇനി ചെയ്യാനുള്ള സാധ്യതയും ഇല്ല. ഇന്ന് എന്നത് നമ്മൾ നാളെ എന്ത് ചെയ്യും എന്നതിന്റെ കണ്ണാടിയാണ്. ഇന്ന് നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും വിരൽ ചൂണ്ടുന്നത് നാളത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് തന്നെയാണ്. നമ്മൾ ഇന്ന് എങ്ങനെയാണോ ജീവിക്കുന്നത് അതുപോലെ തന്നെയാണ് ഒരു 80% ഇനി അങ്ങോട്ടുള്ള നമ്മുടെ ജീവിതവും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒരു ആക്ഷൻ എടുക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ ഒരു തീരുമാനം എടുക്കേണ്ടത്. മാറ്റം എടുക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ ചെയ്യണം. കാരണം ഈ മാറ്റം എന്നത് ആശ്രയിച്ചിരിക്കുന്നത് ഒരേ ഒരു കാര്യത്തിലാണ്, അത് നിങ്ങളാണ്, നിങ്ങളുടെ തീരുമാനത്തെയാണ്. എത്ര നാൾ നമ്മളിങ്ങനെ കാത്തിരിക്കും? ജീവിതം എല്ലാ കാലവും ഇങ്ങനെ മുമ്പോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒന്നാണോ? അല്ല. എന്തുകൊണ്ടാണ് കഴിവുള്ളവർ പലരും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ചില ആളുകൾ മുൻപോട്ടും ചില ആളുകൾ പുറകോട്ടും പോകുന്നത്? ഇതൊരിക്കലും അവരുടെ അറിവിനെയോ അവരുടെ ടാലന്റിനെയോ അവരുടെ കഴിവിനെയോ ഒന്നും ആശ്രയിച്ചല്ല ഇരിക്കുന്നത്. ഈ രണ്ടുപേർ തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്തെന്ന് വെച്ചാൽ അവരുടെ മനസ്സിന്റെ തീരുമാനമെടുക്കുന്നതിനുള്ള കഴിവിനും ആ കഴിവിൽ ഉറച്ചു നിൽക്കുന്നതിനുള്ള അവരുടെ ആ ഒരു തീരുമാനമുണ്ടല്ലോ, അതിലുമാണ് വ്യത്യാസം വരുന്നത്. ഉദാഹരണത്തിന് എൻ്റെ കയ്യിലൊരു കുപ്പിയുണ്ട്, എനിക്ക് നന്നായി ദാഹിക്കുന്നുമുണ്ട്. എനിക്കറിയാം ആ കുപ്പിയുടെ അടപ്പ് തുറന്ന് വെള്ളം കുടിച്ചാൽ എന്റെ ദാഹം മാറുമെന്നുള്ളത്. പക്ഷെ ഞാനത് ചെയ്യുന്നില്ല, അവിടെ ദാഹിച്ചു തന്നെ ഇരിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു മണ്ടത്തരമായി തോന്നാം. കയ്യിൽ കുപ്പിയുണ്ട്, അതിൽ വെള്ളവുമുണ്ട്, ദാഹിക്കുന്നുമുണ്ട്, എന്നാൽ അത് തുറന്ന് വെള്ളം കുടിക്കുന്നില്ല. അതുപോലെ തന്നെയാണ് ഓരോ മനുഷ്യരും അവർക്ക് കിട്ടുന്ന ആ ഒരു സാഹചര്യങ്ങളെ യൂസ് ചെയ്യാതെ വെറുതെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവസരങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കാതെ നിങ്ങൾക്ക് വേണ്ട അവസരങ്ങളെ നിങ്ങൾ തന്നെ അങ്ങ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ വിജയവും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും.